am Bijoy S. Nair, former officer Food Corporation of India, current affairs new വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ബംഗളൂരു പോലീസ് ചീഫ് ഔട്ട് FIR രജിസ്റ്റേർഡ് അഗൈൻസ്റ്റ് RCB എന്ന് പറഞ്ഞ ന്യൂസ് ആണ്. ഈ ന്യൂസ് നമ്മൾ ഇന്നത്തെ ഹിന്ദുവിന്റെ എഡിറ്റോറിയലായിട്ടും ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു എന്ന് പറയുന്ന ടീം ആ ഒരു IPL ഫ്രാഞ്ചൈസി ഇപ്പോൾ എന്ത് നേടി എന്നുള്ള കാര്യം അവര് IPL കിരീടം നേടി. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ 18 years ഓഫ് IPL ഹിസ്റ്ററി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു വൺ ദ IPL ടൈറ്റിൽ. അപ്പോൾ അത് സെലിബ്രേഷൻ മൊമെന്റ് തന്നെയാണ്. പക്ഷെ ആ സെലിബ്രേഷൻ മൊമെന്റിൽ ഇത്തരത്തിലുള്ള ഒരു സ്റ്റാമ്പേഡ് ഉണ്ടാവുന്ന വെച്ചാൽ ദാറ്റ് ഈസ് ഡ്യൂ ടു ആൻ അബ്ജക്ട് ഫെയിലിയർ ഓഫ് ദ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ, ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഓൾസോ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ. ഇവരെല്ലാവരും കൂടി ചേർന്ന് അത് മാനേജ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് ഇപ്പൊ കർണാടക ഗവൺമെന്റ് ഫേസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ കുറെ അവിടുത്തെ കമ്മീഷണറിനെയൊക്കെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ തിരിച്ചെടുക്കും. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത് നമ്മൾ ചിന്തിക്കണ്ടേ? ഇത്രയും വലിയൊരു മാസ് രീതിയിലുള്ള ആൾക്കാരുടെ ഒരു മാസ് മൊബിലൈസേഷൻ ഉണ്ടാവും. ആ മാസ് മൊബിലൈസേഷൻ വേണ്ട രീതിയിൽ മാനേജ് ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞ സ്റ്റാമ്പേഡ് ഉണ്ടാവും. ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ അത്തരത്തിലുള്ള സ്റ്റാമ്പേഡ്സ് ഒരുപാട് സംഭവിച്ചിട്ടുള്ള കാര്യവും ഇവർ മനസ്സിലാക്കേണ്ടതായിരുന്നു. 11 വിലപ്പെട്ട ജീവനുകളല്ലേ നഷ്ടപ്പെട്ടവർക്ക് അവരുടെ ഫാമിലികൾക്ക് മാത്രമാണ് നഷ്ടം എന്നുള്ളത്. ഇപ്പൊ കുറെ ഇതുപോലുള്ള ഗിമിക്കുകൾ കാണിച്ചുകൊണ്ടൊരു കാര്യമില്ല. അപ്പൊ എന്തായാലും ആ ന്യൂസാണ് പ്രധാനപ്പെട്ട ന്യൂസ്. PSG പോലുള്ള ടീമുകൾ ഇപ്പോ ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിലൊക്കെ വിൻ ചെയ്തപ്പോ അവിടെ വലിയ ആഘോഷം ഉണ്ടായിരുന്നു. അവരും ഇതുപോലെ ഈ ഓപ്പൺ പരേഡ് വരെ നടത്തി. എന്നിട്ട് ഇതുപോലെ സ്റ്റാമ്പേഡൊന്നും അവിടെ ഉണ്ടായില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇന്ത്യയിൽ ഇതൊരു എന്താ പറയുന്നത്, ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലും ഇത്തരത്തിലുള്ള സ്റ്റാമ്പേഡ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്നു ബിക്കോസ് ഓഫ് ദ നെഗ്ലിജൻസ് ഓഫ് ദ state administration and local administration that is happening all around India, and costly lives are actually ഇതൊക്കെ നമുക്ക് എന്താ പറയുക സേവ് ചെയ്യാൻ പറ്റുന്ന ലൈഫ്സ് ആണ്. ആ ലൈഫ്സ് ഇത്തരത്തിലുള്ള ഡെത്തുകൾ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഈ ക്രിക്കറ്റ് പോലുള്ള ഗെയിം അല്ലെങ്കിൽ ഫുട്ബോൾ പോലുള്ള ഗെയിമിൽ ഫാൻ എന്ന് പറയുന്ന സംഭവം ആണ് ഏറ്റവും പ്രധാനം. പക്ഷെ അവരുടെ ജീവന് ഒരു വിലയും ഇവരാരും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്തായാലും അതാണ് വലിയ ന്യൂസ്. പിന്നെ മാവോയിസ്റ്റ് ലീഡർ സുധാകർ കിൽഡ് ഇൻ ബീജാപൂർ എൻകൗണ്ടർ. ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. മാവോയിസ്റ്റുകളുടെ അടിപടലം ഇന്ത്യയിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. മാവോയിസ്റ്റുകൾക്ക് ഒരു കോസ് ഉണ്ടായിരുന്നു. ട്രൈബൽ എക്സ്പ്ലോയിറ്റേഷൻ വാസ് ദാറ്റ് കോസ്, ബട്ട് മാവോയിസ്റ്റ് ആക്ച്വലി ചോസൻ എ പാത്ത് ഓഫ് violence that cannot be accepted. That is a problem. അപ്പൊ അവരുടെ കോസ് അവർ ദുർബലപ്പെടുത്തി ഈ വയലൻസിന്റെ പാത്ത് സെലക്ട് ചെയ്തതുകൊണ്ട്. അപ്പൊ എന്തൊക്കെയായാലും മാവോയിസ്റ്റ് പ്രോബ്ലം ഇന്ത്യയിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ആകപ്പാട് ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് ഏരിയയിൽ ഉണ്ടായിരുന്ന മാവോയിസ്റ്റ് പ്രശ്നവും അവിടുത്തെ ടോപ്പ് ലീഡേഴ്സിനെ കില്ല് ചെയ്തുകൊണ്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ. ബൈ 2026 March this problem will be completely eradicated from India. That is the pledge of Home Ministry. Home Ministry is the responsible ministry to deal with such kind of internal security issues. അല്ലേ? അപ്പോൾ അതാണ് അവരുടെ എയിം എന്ന് പറഞ്ഞാൽ 2026 മാർച്ചോടുകൂടി ഇത് ഇല്ലാതാക്കുക. പിന്നെ അകത്ത പേജിലുള്ള ന്യൂസുകൾ അതൊക്കെ ഇവിടെ ചെറുതായിട്ട് ഇവിടെ ഉള്ള. നമുക്ക് അകത്ത പേജിലേക്ക് പോകുമ്പോൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. ഡീലിമിറ്റേഷൻ വിൽ അഡ്രസ് കൺസേൺസ് ഓഫ് സദേൺ സ്റ്റേറ്റ്സ് സെന്റർ. ഇന്നത്തെ ഹിന്ദുവിൽ എഡിറ്റോറിയലിൽ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഡീലിമിറ്റേഷനെ കുറിച്ചൊക്കെ ഹിന്ദുവിൽ രണ്ടാമതൊരു എഡിറ്റോറിയൽ അതിനെ കുറിച്ചാണ്. അപ്പൊ ഇന്ത്യയിലെ സെൻസസിന്റെ ഡേറ്റ് ഒക്കെ ഓൾറെഡി അനൗൺസ് ചെയ്ത് സെൻസസ് കൺക്ലൂഡ് ചെയ്യാൻ പോകുന്ന ഡേറ്റ്. അപ്പൊ 2027 സെൻസസ് കൺക്ലൂഡ് ചെയ്യപ്പെടുന്നത് ഉറപ്പായപ്പോ നമുക്ക് ഒരു കാര്യം കൂടി ഉറപ്പായി. ആഫ്റ്റർ 2026 ഡീലിമിറ്റേഷൻ എക്സർസൈസ് ക്യാൻ ബി ഡൺ ഇൻ ഇന്ത്യ ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ്. അപ്പൊ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് 2026 ശേഷം ഡീലിമിറ്റേഷൻ ഇന്ത്യയിൽ നടത്താൻ പറ്റും. ഡീലിമിറ്റേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ലോക്സഭാ MPമാരുടെയും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ്സിലെ MLAമാരുടെയും എണ്ണം പോപ്പുലേഷൻ അനുസരിച്ച് പുനർനിർണയിക്കുന്നതാണ് ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത്. 1971 ഇന്ത്യയുടെ സെൻസസ് അനുസരിച്ചാണ് ഇപ്പോഴും ഇന്ത്യയിലെ ലോക്സഭാ MPമാരുടെയും MLAമാരുടെയും സ്റ്റേറ്റുകളിലെ MLAമാരുടെയും എണ്ണം നിശ്ചയിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ 2026 ആകുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ വീണ്ടും സെൻസസിന്റെ ബേസിൽ ഈ പറഞ്ഞ ഡീലിമിറ്റേഷൻ നടത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അതിനുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പൊ ആഫ്റ്റർ 2026 സെൻസസ് ദിസ് ഡീലിമിറ്റേഷൻ എക്സർസൈസ് വിൽ ബി കണ്ടക്ടഡ് ഇൻ ഇന്ത്യ. അപ്പൊ ബേസ്ഡ് ഓൺ പോപ്പുലേഷൻ ആണ് ഈ ഡീലിമിറ്റേഷൻ നടത്തുന്നത്. അപ്പൊ അത് സതേൺ സ്റ്റേറ്റുകൾക്ക് അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിരിക്കും എന്നൊരു ഭയമുണ്ട്. ബിക്കോസ് സതേൺ സ്റ്റേറ്റ്സ് കണ്ടക്ടഡ് family planning in a very good manner, and northern states were a failure in family planning. So population explosion happened in that part of India, but population stabilized in southern India. So if delimitation is done based on the
current population of all these states, then that will be a disadvantageous position for the southern states. That is the main concern of southern states regarding this proposed delimitation exercise after the 2026 census. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഇനി പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് പിന്നെ നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. Trump revives controversial travel ban against 12 nations. ഡൊണാൾഡ് ട്രംപ് യുഎസിന്റെ പ്രസിഡന്റ് ആയിട്ട് ആദ്യം വരുന്ന 2017-ലാണ്. അദ്ദേഹം അന്ന് കുറച്ച് മുസ്ലിം മെജോറിറ്റി നേഷൻസിൽ നിന്ന് യുഎസിലേക്ക് ആൾക്കാർ വരുന്നതിനെ തടഞ്ഞിരുന്നു, ഒരു ബാൻ കൊണ്ടുവന്നിരുന്നു. അതിൽ ഇറാഖും ഇറാനും ഒക്കെ ഉൾപ്പെട്ടിരുന്നു, സിറിയയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ആ റെസ്ട്രിക്ഷൻ ഒക്കെ എടുത്ത് മാറ്റിയിരുന്നു. പക്ഷേ ഇപ്പോൾ 2025 യുഎസിന്റെ പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് തിരികെ വരുമ്പോൾ വീണ്ടും 12 രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ ഈ യുഎസിലേക്ക് പ്രവേശിക്കുന്നതെന്ന് ബാൻ ചെയ്തിരിക്കുകയാണ്. ആ 12 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അത് സെക്യൂരിറ്റി പ്രോബ്ലം ആണ് അവർ പറയുന്നത്. അതിൽ ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമുണ്ട്, അത് മ്യാൻമർ ആണ്, ഇന്ത്യയുടെ അതിർത്തിയിലുള്ള മ്യാൻമർ. അതുപോലെ ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്നില്ലെങ്കിലും ഇപ്പൊ പാകിസ്ഥാനായിട്ട് അതിർത്തി പങ്കിടുന്ന അഫ്ഗാനിസ്ഥാൻ, പിന്നെ ഇന്ത്യയുടെ തന്നെ അടുത്തുള്ള ഇറാൻ, ഇതൊക്കെ അതിൽ വരുന്നുണ്ട്. കാണാതൊന്നും പഠിക്കണ്ട, ഞാൻ പറഞ്ഞേ ഉള്ളൂ. മ്യാൻമർ, ചാഡ്, ദ റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഇക്വറ്റോറിയൽ ഗിനിയ, എറിത്രിയ, ഹെയ്ത്തി, ലിബിയ, സൊമാലിയ, സുഡാൻ, ഈ രാജ്യങ്ങളെല്ലാം വരുന്നുണ്ട്. യമൻ. അങ്ങനെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള സിറ്റിസൺസ് യുഎസിലേക്ക് ഒരു രീതിയിൽ എൻ്റർ ചെയ്യാൻ പാടില്ല എന്നുള്ള ബാനിങ് കൊണ്ടുവന്നേക്കാണ്. എത്ര നേഷൻസിൽ നിന്ന്? 12 നേഷൻസിൽ നിന്ന്. മെയിൻലി these nations are African nations and some Asian nations are also included. That അത് ഏതൊക്കെയാണെന്നാണ് ഞാൻ പറഞ്ഞത്, ഇറാനും മ്യാൻമറും അഫ്ഗാനിസ്ഥാനും. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം ആഫ്രിക്കൻ നേഷൻസ് ആണ്. അപ്പൊ ട്രംപ് അങ്ങനെ ഒരു പരിപാടി തുടങ്ങിയൊക്കെയാണ്. പിന്നെ നെക്സ്റ്റ് പേജ് സ്റ്റേറ്റ്സ് പേജിലേക്ക് പോകുമ്പോൾ HC asked 9 questions to Karnataka government on Chinnaswamy Stadium stampede. ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണല്ലോ നടന്നത്. ബംഗളൂരുവിലെ ഏറ്റവും വലിയ സ്റ്റേഡിയം ചിന്നസ്വാമി സ്റ്റേഡിയമാണ്. ക്രിക്കറ്റ് കളി നടക്കുന്ന സ്റ്റേഡിയം ചിന്നസ്വാമി സ്റ്റേഡിയമാണ്. അതുപോലെ RCB റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ ഹോം ഗ്രൗണ്ടും ചിന്നസ്വാമി സ്റ്റേഡിയമാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് കർണാടക ഹൈക്കോർട്ട് കുറെ പ്രസിംഗ് ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാണ് കർണാടക ഗവൺമെന്റിനോട്. കർണാടക ഗവൺമെന്റിന്റെ ചീഫ് മിനിസ്റ്റർ ആരാണ്? സിദ്ധരാമയ്യാണ്. അപ്പൊ സിദ്ധരാമയ്യ ഗവൺമെന്റിനോടാണ് ആ ക്വസ്റ്റ്യൻസ് കർണാടകത്തിലെ ഹൈക്കോർട്ട് ചോദിച്ചേക്കുന്നത്. രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്ററിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. രാജസ്ഥാൻ ചീഫ് മിനിസ്റ്റർ ആരാണ്? ഭജൻലാൽ ശർമ്മ ഇസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് രാജസ്ഥാൻ. പിന്നെ വാട്ടർ കൺസർവേഷൻ ക്യാമ്പയിനായിട്ട് വാട്ടർ കൺസർവേഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നിങ്ങൾ എല്ലാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, വാട്ടർ കൺസർവേഷൻ. അപ്പൊ ആ ഫീൽഡിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ എഫേർട്സ് നടത്തിയ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനെ വാട്ടർ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. ഹു ഇസ് ദ വാട്ടർ മാൻ ഓഫ് ഇന്ത്യ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ആൻസർ ഇതാണ്, രാജേന്ദ്ര സിംഗ് ഈസ് ദ വാട്ടർ മാൻ ഓഫ് ഇന്ത്യ. ഓക്കെ, പിന്നെ താഴോട്ട് വരുമ്പോ ഇവിടെ സിദ്ധരാമയ്യയുടെ പേരുണ്ട്, കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്റർ. MLC എന്ന് പറഞ്ഞതാണ്. MLA നമുക്കറിയാം, കേരളത്തിലൊക്കെ MLA ഉള്ളു, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. പക്ഷേ MLC ചില സ്റ്റേറ്റുകളിലുണ്ട്, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. സം ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഹാവ് bicameral system like our parliament is also a bicameral one. That's why we are having Lok Sabha and Rajya Sabha. Likewise, some Indian states are also having bicameral system. In Karnataka, there is legislative assembly and legislative council. So member of legislative assembly means MLA and member of legislative council means MLC. ഇങ്ങനെ ഒരു 5-6 സ്റ്റേറ്റുകൾ ഇന്ത്യയിലുണ്ട്. കർണാടകത്തിനുണ്ട്, തെലങ്കാനയ്ക്കുണ്ട്, ആന്ധ്രാപ്രദേശിനുണ്ട്, മഹാരാഷ്ട്രയ്ക്കുണ്ട്, ബീഹാറിനുണ്ട്, UPക്കുണ്ട്. 6 ഇന്ത്യൻ സ്റ്റേറ്റുകൾക്ക് ഈ പറഞ്ഞ MLAയും MLCയും ഉണ്ട്. ഓക്കെ, ലൈക്ക് നമ്മളുടെ പാർലമെന്റ് പോലെ. പിന്നെ താഴോട്ട് വരുമ്പോ കാസിരംഗ നാഷണൽ പാർക്കിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. കാസിരംഗ നാഷണൽ പാർക്ക്. Where is it located? Kaziranga National Park. Kaziranga National Park is in Assam. It is famous for one-horned rhinos. അതിന്റെ ഹാബിറ്റാറ്റ് ആണ് ഈ പറഞ്ഞ കാസിരംഗ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ന്യൂസുകൾ നമുക്ക് ആവശ്യമുള്ളതല്ല ഈ പേജില്. അതിനടുത്ത പേജിൽ പോകുമ്പോ അവിടെയും വലിയ ആവശ്യമുള്ള ന്യൂസുകളൊന്നുമില്ല. ഓക്കെ, ഇല്ല, വേറെ ന്യൂസ് ഈ പേജിലും നമുക്ക് ആവശ്യമുള്ള ന്യൂസ് ഒന്നുമില്ല. അതിന്റെ അടുത്ത പേജിൽ പോവാം. സ്പോട്ട്ലൈറ്റ് പേജ് ഫ്രൈഡേ വരുന്നതാണ് വേണ്ട. അതിനടുത്ത പേജ് മെട്രോ പ്ലസ്, അതും വേണ്ട. ഇനി നമുക്ക് എഡിറ്റോറിയൽ പേജിലേക്ക് പോവാം. എഡിറ്റോറിയൽസ് രണ്ടും ഏതൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഞാൻ 1-2 ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി പറഞ്ഞുതരാം.
ഇൻജസ്റ്റിസ് ഇൻ ദ ഡിലേ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്, എഡിറ്റോറിയലാണ്, ആദ്യത്തെ എഡിറ്റോറിയൽ. ഇൻജസ്റ്റിസ് ഇൻ ദ ഡിലേ എന്ന് പറയുന്ന എഡിറ്റോറിയൽ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്തിനെ കുറിച്ചാണെന്ന്. ഡിലേ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് എന്തിനാണ്? സെൻസസിനാണ്. സെൻസസിന് ഡിലേ സംഭവിച്ചെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സെൻസസ് has to be conducted in each and every 10 years, but last census was conducted in 2011, so naturally our next census was to be conducted in 2021, but because of the COVID pandemic that was not happened. We cannot blame the government because that was a pandemic situation. So in 2021 government could not complete census, but by 2023 or 24 they could have completed the census because the COVID pandemic, everything was vanished from the scene. But government waited till 2026 because there was a constitutional stipulation that the delimitation exercise can be conducted after 2026 only. Government wants to conduct delimitation. So once that constitutional stipulation is over, government can conduct delimitation. Delimitation can be conducted after the successful completion of census only. So government is waiting up to 2026. Then this constitutional stipulation or the delimitation exercise will be over. Then government will conduct the census. സെൻസസിന് ശേഷം ഡീലിമിറ്റേഷൻ നടത്തുക. അതുകൊണ്ടാണ് 2026 വരെ ഗവൺമെന്റ് കാത്തിരിക്കുന്നത്. പക്ഷെ അത് ജസ്റ്റിഫയബിൾ അല്ലെന്നാണ് ഹിന്ദു പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് ഓഫ് ദ പൊളിറ്റിക്കൽ കൺസിഡറേഷൻസ് ഓൺലി ഗവൺമെന്റ് ഈസ് ഡിലേയിങ് ദ സെൻസസ് പ്രോസസ്. പക്ഷേ സെൻസസ് ഡിലേ ചെയ്യുമ്പോഴുള്ള പ്രശ്നം ഇന്ത്യയിലെ ഡൗൺ ട്രോഡൻ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റിക്ക്, ഇന്ത്യയിലെ പുവർ പീപ്പിളിന് ഒക്കെ ഗവൺമെന്റ് കൊടുക്കുന്ന വെൽഫെയർ മെഷേഴ്സ് ഒക്കെ ഏറ്റവും ടാർഗറ്റഡ് ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സെൻസസ് ഡേറ്റ വേണം. ഈ പറഞ്ഞ റിസർവേഷൻ ഉൾപ്പെടെ കൊടുക്കാൻ SC/ST പോപ്പുലേഷനൊക്കെ ഇപ്പോഴും സെൻസസിനൊപ്പം അവരുടെ ഡേറ്റയും കളക്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് ഈ പറഞ്ഞ റിസർവേഷൻ ഉൾപ്പെടെ കറക്റ്റ് ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സെൻസസ് ഡേറ്റ വേണം. അപ്പോൾ ഈ വെൽഫെയർ ഡെലിവറീസ്, വെൽഫെയർ മെഷേഴ്സ് ഒക്കെ കറക്റ്റ്ലി ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെൻസസിന്റെ ലേറ്റസ്റ്റ് ഡേറ്റ വേണം. അതില്ലാതാവുമ്പോൾ ചിലപ്പോൾ കിട്ടേണ്ട പോപ്പുലേഷന് ഈ പറഞ്ഞ അല്ലെങ്കിൽ കുറെ പേര് ഈ പറഞ്ഞ ഈ ഒരു എക്സ്ക്ലൂഡഡ് ആയി പോയി ഇത്തരം വെൽഫെയർ മെഷേഴ്സിലും ഒക്കെ. അപ്പൊ ഗവൺമെന്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് കണ്ടക്ട് ചെയ്യേണ്ടതായിരുന്നു. അത് ഇതിൽ പറയുന്നുണ്ട്. എന്നിട്ട് ഇതിൽ പറയുന്ന വെച്ചാല് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഡിജിറ്റലി ഈ പറഞ്ഞ സെൻസസ് നടത്താൻ. ഇത്രയും കാലം ഡിജിറ്റലി അല്ലായിരുന്നു, മാനുവലി ആയിരുന്നു സെൻസസ് നടത്തുന്നത്. അപ്പം കൂടുതൽ ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഡേറ്റ നമുക്ക് കിട്ടും എന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ടെക്നോളജിക്കൽ അഡോപ്ഷൻ അതിൻ്റെതായ ചിലപ്പോൾ പരാധീനതകളും ഉണ്ടാവാറുണ്ട്. ഡാറ്റ തെഫ്റ്റ് നടക്കാം, ചിലപ്പോൾ പ്രൈവസി ഇഷ്യൂസ് ഉണ്ടാവാം. അതൊക്കെയാണ് ഇതിലെ പ്രശ്നം. അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ടക്ട് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ആ ഡേറ്റ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് എടുക്കാൻ പറ്റും. അതൊക്കെയാണ് ഈ പറഞ്ഞ ഡിജിറ്റൽ സെൻസസിന്റെ ഗുണം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും സെൻസസ് എങ്ങനെയാണ് ഇവോൾവ് ചെയ്യാൻ പോകുന്നത് ഇനി കമ്മിങ് ദിവസങ്ങളിൽ അറിയാൻ പറ്റൂ. എന്തായാലും ഈ ഡേറ്റ തെഫ്റ്റിന്റെ പ്രൈവസിയുടെ ഒക്കെ ഒരു കൺസേൺ ഉള്ളതുകൊണ്ട് ട്രാൻസ്പെറൻസി പൂർണ്ണമായിട്ട് ഗവൺമെന്റ് ഈ കാര്യത്തിൽ എൻഷുർ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇതിന്റെ മാസീവ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് നടക്കാൻ പോണം. 140 കോടി ജനങ്ങളുടെ സെൻസസ് വിവരങ്ങളാണ് ശേഖരിക്കാൻ പോണം. വേൾഡിലെ ഏറ്റവും വലിയ ഒരു എക്സർസൈസ് ആണിത്. ഓരോ വീടുകളിലും ഈ എന്യൂമറേറ്റേഴ്സിന് എത്തേണ്ടി വരും. അപ്പം നമുക്ക് കമ്മിങ് വീക്സിൽ ഇതിന്റെ കൂടുതൽ ഡേറ്റ അറിയാമെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പൊ എന്തായാലും പിന്നീട് നമ്മളുടെ ഗ്രോയിങ് പോപ്പുലേഷൻ ആണ് നമുക്കുള്ളത്. അതുപോലെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റീജിയണൽ വേരിയേഷൻ കാണും. ഈ യങ് പോപ്പുലേഷന്റെയും ഓൾഡ് പോപ്പുലേഷന്റെയും അല്ലെങ്കിൽ ഈ കാസ്റ്റ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ റീജിയണൽ വേരിയേഷൻസ് കാണാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാസ്റ്റ് സെൻസസ് നടപ്പാക്കാൻ പോണു. 1931 അവസാനം ഇന്ത്യയിൽ കാസ്റ്റ് സെൻസസ് നടന്ന. ആ കാസ്റ്റ് സെൻസസ് ഇന്ത്യ നടത്താൻ പോണു. അപ്പൊ കൂടുതൽ ഈ പറഞ്ഞ ഇന്ത്യയിലെ കാസ്റ്റിനെ കുറിച്ചുള്ള തൗസൻഡ്സ് ഓഫ് കാസ്റ്റുകളുള്ള രാജ്യമാണ് ഇന്ത്യ. ആ കാസ്റ്റിനെ കുറിച്ചുള്ള റിയൽ ടൈം അല്ലെങ്കിൽ റിയലിസ്റ്റിക് പിക്ചർ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിൻ്റെതായ പ്രോബ്ലം ഉണ്ട്. ഈ കാസ്റ്റുകൾ തമ്മിലുള്ള കോൺഫ്ലിക്ട്, സോഷ്യൽ കോൺഫ്ലിക്ട് കൂടാനും സാധ്യതയുണ്ട് ഇത്തരത്തില്. ഈ ഒരു സെക്കൻഡ്, ഹലോ, പറ. ഓ ശരി, ഓക്കെ. അതെ പറഞ്ഞു. ശരി, ഓക്കെ, ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ എന്തായാലും ഈ
കാസ്റ്റ് സെൻസസ് മൂലം ഗുണമുണ്ട് ദോഷം ഉണ്ടാവും. ഈ പറഞ്ഞ സോഷ്യൽ ടെൻഷൻസ് കാസ്റ്റുകൾ തങ്ങളിൽ കൂടാനുള്ള സാധ്യത ഉറപ്പായിട്ടും ഒബ്വിയസ്ലി ഉണ്ട്. കാര്യം ഇന്ത്യയിൽ കാസ്റ്റുകൾ തമ്മിൽ ഒരു കോമ്പീറ്റിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് പല സ്റ്റേറ്റുകളിലും ഉള്ളത്. പിന്നെയാണ് ഈ ഡീലിമിറ്റേഷന്റെ കാര്യം പറഞ്ഞത്. ഡീലിമിറ്റേഷൻ ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു, അതുകൊണ്ട് ഞാൻ ഡീലിമിറ്റേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഡീലിമിറ്റേഷൻ എക്സർസൈസ് 2026 സെൻസസിന് ശേഷം നടത്താവുന്നുള്ളത് കൊണ്ടാണ് ഗവൺമെന്റ് ഇത്രയും വെയിറ്റ് ചെയ്തെന്നാണ് പറയുന്നത്. 1971 അവസാനം ഡീലിമിറ്റേഷൻ നടത്തിയെന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഭാവിയിൽ ഡീലിമിറ്റേഷൻ വരുമ്പോൾ സദേൺ സ്റ്റേറ്റുകൾക്ക് പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് ഈ പെനിൻസുലാർ റീജിയൻ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ അകത്തുണ്ട്. ഇനി അതിൽ വായിക്കാവുന്നില്ല, അത്രയും സിമ്പിൾ ആണ്. ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ട്രാമ്പിൾഡ് ഓവർ എന്ന് പറയുന്ന എഡിറ്റോറിയൽ, ഇത് നമുക്ക് ആർക്കും വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതിന്റെ ആവശ്യമൊന്നുമില്ല. സ്റ്റാമ്പേഡ് എന്ന് പറയുന്ന സംഭവം ഇന്ത്യയിൽ റക്കറിംഗ് ഫിനോമിനൻ ആണ്. ഈ ഫയർ ആക്സിഡന്റ് പോലെ. ഫയർ ആക്സിഡന്റ് ഇന്ത്യയിൽ എവിടെ ഉണ്ടാവാം, എത്ര ഉണ്ടായാലും പഠിക്കൂല. ഫയർ സേഫ്റ്റി നോംസ് പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യൂല. ഇതുപോലെ ക്രൗഡ് മാനേജ്മെന്റിന്റെ പരാജയമാണ് ഈ പറഞ്ഞ ഇതുപോലുള്ള സ്റ്റാമ്പേഡുകൾ ഉണ്ടാകുന്നത്. അപ്പൊ കർണാടകത്തിലെ ബംഗളൂരു പോലുള്ള ഒരു സിറ്റി, ഇന്ത്യയിലെ ഏറ്റവും മോസ്റ്റ് മോഡേൺ സിറ്റികളിൽ ഒരെണ്ണം, എല്ലാ അമ്യൂണിറ്റീസും ഉള്ള ലോകത്തിലെ സിലിക്കൺ വാലി, ലോകത്തിലെ അമേരിക്കയുടെ സിലിക്കൺ വാലി പോലെ ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ മോസ്റ്റ് കോസ്മോപൊളിറ്റൻ സിറ്റിയിലാണ് ഇത് നടന്നിരിക്കുന്നത്. അപ്പം അവിടെ ഇത് നടക്കാമെങ്കിൽ നമുക്ക് ഇതെവിടെയും നടക്കാം. അപ്പോ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഞാൻ പറഞ്ഞു, 18 വർഷത്തെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് ഒരു IPL കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു വിൻ ചെയ്യുന്നു. അവർക്ക് വലിയ ഫാൻ ബേസ് ഉള്ള ഒരു ക്ലബ്ബാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ക്ലബ്ബുകളുടെ കൂട്ടത്തിൽ അടിക്കുകയാണെങ്കിൽ ഇപ്പൊ ചെന്നൈക്കും മുംബൈക്കും ഒക്കെ ശേഷം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനായിരിക്കും. അത് വിരാട് കോഹ്ലി ഉള്ളതും അതിനൊരു പ്രധാനപ്പെട്ട ഫാക്ടർ ആയിരിക്കാം. ചെന്നൈക്ക് ധോണി ഉള്ളത് കൊണ്ട് ഒരു വലിയ ഫാൻ ബേസ് ഉള്ളത് പോലെ. അപ്പൊ ഇന്ത്യയിൽ ഒരു ക്ലബ് കൾച്ചർ ഭയങ്കരമായിട്ട് വളർന്നു വരികയാണ്. ഇപ്പോ വിദേശ രാജ്യങ്ങളിൽ യൂറോപ്പിലെ ഒക്കെ ഫുട്ബോൾ ക്ലബ്ബുകൾക്ക് ഇതുപോലൊരു ഫാൻ ബേസ് ഉണ്ടാവുകയും ഫാൻ ഫൈറ്റ് ഉണ്ടാവുകയും ഇതുപോലെ കിരീടങ്ങൾ നേടിയതിനു ശേഷം ഇത്തരത്തിൽ വലിയ വിജയ ഘോഷയാത്രകളൊക്കെ നടക്കുകയും അവിടെ ആക്സിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് വളരെ റെയറായിട്ട്. പക്ഷേ ഇന്ത്യയിലും അതുപോലെ മാറുകയാണ്. അപ്പൊ ഈ ഒരു ഇമോഷൻസ് വളരെ ഹൈ ആയിരിക്കും. ഈ ടീമിന്റെ വിജയത്തിൽ ഒരു എക്സ്റ്റസി അവിടുത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവും. ഗ്രാമാന്തരങ്ങളിൽ ഉണ്ടായിരുന്ന പറഞ്ഞത്, ബാംഗ്ലൂർ സിറ്റിയിൽ മാത്രമല്ല. അപ്പൊ ഇത് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന് പറ്റണ്ടേ? അല്ലെങ്കിൽ അവിടുത്തെ ഒരു ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, ബംഗളൂരുവിലെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഇത് പറ്റണ്ടേ? ഇത് പോലീസിന്റെ മാത്രം തലയെ കൊണ്ട് വെച്ച് കൊടുത്താൽ പോലീസ് മാത്രമാണ് അത് മാനേജ് ചെയ്യേണ്ടത്. ഇതിൽ പിന്നെ എന്തിനാ അങ്ങനെയാണെങ്കിൽ പോലീസ് മാത്രം മതിയല്ലോ. പോലീസ് സ്റ്റേറ്റ് എന്ന് നമ്മളെ രാജ്യത്തിനെയോ അല്ലെങ്കിൽ സ്റ്റേറ്റുകളെയൊക്കെ വിളിക്കാമല്ലോ. അവിടെ പിന്നെ ഇലക്ടഡ് ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവ്സ് പിന്നെ എന്തിനാണ്? അപ്പൊ അവരിപ്പോ കുറെ പേരെ ഫേസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബാംഗ്ലൂർ സിറ്റി കമ്മീഷൻ ഉൾപ്പെടെ കുറച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട പോലീസ് ഓഫീസേഴ്സിനെ ഒക്കെ നീക്കം ചെയ്യാണ്. ജനങ്ങളെ കണ്ണിപ്പൊടിയോടെ കുറച്ചു കാലം കഴിയുമ്പോൾ ഈ പോലീസ് ഓഫീസേഴ്സ് എല്ലാം വിത്ത് അവർക്ക് കുറച്ചു കാലം സസ്പെൻഡ് ചെയ്യപ്പെട്ടുന്ന സാലറിയും മറ്റു ആനുകൂല്യങ്ങളെല്ലാം ഒരുമിച്ച് മേടിച്ചുകൊണ്ട് ഒരു സർവീസിൽ കയറും. ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. നഷ്ടപ്പെട്ടത് 11 ജീവനുകളാണ്. അതും മിക്കവാറും ഒക്കെ ചെറുപ്പക്കാർ. ഇനി ഒരുപാട് പേര് ഇൻജുവേർഡ് ആയി. ഇത് 32,000 കണ്ട പേരൊക്കെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ കയറാൻ പറ്റൂ. ആ സ്ഥാനത്ത് 2 ലക്ഷം പേരെ കണ്ടായിരുന്നു. അതിന്റെ എൻട്രിയിൽ പിന്നെ ഇടിച്ചകത്തോട്ട് കയറാൻ വേണ്ടി എത്രയെങ്കിലും പേര് വരുന്നു. അതിന്റെ കൂടെ ഒരു ചെറിയ മഴയും കൂടെ അവിടെ പെയ്തു. അത് കൂടുതൽ എൻട്രി പോയിന്റിലേക്ക് ആൾക്കാരെ വരവിന് കാരണമായി. അപ്പൊ ഈ തിക്കിലും തിരക്കിലുണ്ടായ ശ്വാസം മുട്ടലിലാണ് പല ആൾക്കാരും മരിച്ചത് എന്നാണ് പറയുന്നത്. എനിവേസ്, ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഇന്ത്യയിൽ റെക്കറിംഗ് ആയിട്ട് ഉണ്ടാകുന്നുള്ള കാര്യം വളരെ വളരെ ദയനീയമാണ്. എന്തായാലും ഇതിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് ഹിന്ദുവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ രക്ഷപ്പെടാൻ പറ്റൂല, ലോക്കൽ ബോഡി അഡ്മിനിസ്ട്രേഷന് രക്ഷപ്പെടാൻ പറ്റൂല, അതുപോലെ അവിടുത്തെ പോലീസ് ഫോഴ്സസിന് രക്ഷപ്പെടാൻ പറ്റത്തില്ല, കർണാടക ക്രിക്കറ്റ് അസോസിയേഷന് രക്ഷപ്പെടാൻ പറ്റത്തില്ല, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു എന്ന് പറഞ്ഞ IPL ഫ്രാഞ്ചൈസ് ടീമിന്റെ ഓണേഴ്സിന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇവരെല്ലാം എല്ലാവരുടെ ഇപ്പൊ പറഞ്ഞ ഈ പറഞ്ഞ ടീമിന്റെയൊക്കെ ഏറ്റവും വലിയ ജീവനാടി ഫാൻസ് ആണ്. പക്ഷെ ഈ ഫാൻസിന് ഒരു വിലയും ഇവരാരും കൊടുക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. പിന്നെ ഈ ഫാൻ എന്ന് പറഞ്ഞാൽ പുറകെ നടക്കുന്നവരാണ് ആദ്യം ഓടിച്ചിട്ട് അടിക്കുക. കാരണം സ്വന്തം ജീവനും സ്വന്തം കുടുംബത്തിന്റെ ഇൻട്രസ്റ്റിനും താല്പര്യം കൊടുക്കാതെ ഇപ്പൊ സിനിമാ നടന്മാരുടെ പുറകെ ഉൾപ്പെടെ ഇങ്ങനെ നടന്ന് അവരുടെ വായിരിക്കും തെരുവിളി കേൾക്കുന്ന ഫോട്ടോയും അവരുടെ അടി കൊള്ളുന്ന വീഡിയോസും ഒക്കെ നമുക്ക് വീഡിയോസും ഒക്കെ നമ്മൾ ഫോട്ടോ അല്ല വീഡിയോസും ഒക്കെ നമ്മൾ കാണാറുണ്ട് പലപ്പോഴും. അപ്പൊ നമുക്ക് തന്നെ പുച്ഛം തോന്നും. സ്വന്തമായിട്ട് ആദ്യം നമ്മളൊരു റെപ്യൂട്ടേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക, എന്നിട്ട് നമ്മൾ ഈ സമൂഹത്തിൽ നന്നായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. ഫാൻ എന്ന് പറഞ്ഞ് വെറുതെ ജീവിതം കൊണ്ട് കളയേണ്ട ആവശ്യമില്ല. ഫാനൊക്കെ ആവാം, കുഴപ്പമില്ല, അതൊക്കെ മനസ്സിൽ. ലൈഫ് വെച്ച് കളിക്കുന്ന ഒരു ഫാൻ ഫോളോയിങ്ങിലേക്ക് പോകേണ്ട കാര്യമില്ല. പിന്നെ അപ്പൊ ആ രണ്ടാമത്തെ എഡിറ്റോറിയൽ അതാണ്. പിന്നെ ഇന്നത്തെ ആർട്ടിക്കിൾസ് വായിച്ചാല് ദ യൂണിവേഴ്സിറ്റി വേഴ്സസ് കോൺസ്റ്റിറ്റ്യൂഷണലി പ്രൊട്ടക്റ്റഡ് സ്പീച്ച് എന്നുള്ള ആർട്ടിക്കിളിന്റെ ടൈറ്റിലായി കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വലിയ സംഭവമാണ്. പക്ഷേ ഇത് ആക്ച്വലി വളരെ ബയസ്ഡ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്.
ഇതിന്റെ അകത്ത് ഈ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ടെന്നല്ലാതെ സത്യത്തില് അത് എനിക്ക് ഈ ആർട്ടിക്കിൾ വായിച്ചൊരു വലിയൊരു സുഖമുള്ള ഒരു ആർട്ടിക്കിൾ ആയിട്ട് തോന്നിയില്ല. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് ഫണ്ടമെന്റൽ ഫ്രീഡംസ് ഉണ്ട്. ഫണ്ടമെന്റൽ ഫ്രീഡം ആണ് ആർട്ടിക്കിൾ 19 അകത്ത് പറഞ്ഞേക്കുന്നത്. അതിന്റെ അകത്ത് പറഞ്ഞേക്കുന്ന ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അത് യൂസ് ചെയ്യേണ്ടതിന് മര്യാദ ഉണ്ട്. അത് മര്യാദക്ക് യൂസ് ചെയ്യാത്ത പേരിൽ അശോക യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറെ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. എന്നിട്ട് അയാൾ യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയിൽ വരെ പോയിട്ടും ജാമ്യമൊക്കെ കിട്ടി. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾ ചെയ്ത തെറ്റാണ്. ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള ഒരു പരിപാടി നടക്കുമ്പോൾ രാജ്യം ഒരുമിച്ച് നിൽക്കേണ്ട സമയത്തല്ല നിങ്ങൾ ആ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എടുത്ത് ഈ രീതിയിൽ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞ് സുപ്രീം കോടതി വരെ നിശ്ചിതമായിട്ട് വിമർശിച്ച ഒരു സംഭവമാണ്. അതിൽ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിലൊക്കെ അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് എഡിറ്റോറിയൽ വന്ന് ഞാൻ കണ്ടായിരുന്നു. പക്ഷേ ഹിന്ദുവിൽ അന്ന് എഡിറ്റോറിയൽ വന്ന പോലെ ഈ പ്രൊഫസറെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. അപ്പൊ അവരുടെ ഒരു നറേറ്റീവ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിളാണ് ഈ ആർട്ടിക്കിളിന്റെ അകത്ത്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 19 കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അതല്ല. പുള്ളിയുടെ കുറെ പോയിന്റ്സ് എന്താ പറയുന്ന സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറെ ലോകത്തിലെ എക്സാമ്പിൾസ് ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു കൂട്ടിയേക്കുന്നതാണ്. സത്യത്തിൽ ഇത് വായിച്ചു നോക്കിയാൽ പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതായത് നമുക്കൊരു അഭിപ്രായ രൂപീകരണത്തിന്റെ ഒരു രീതിയിൽ. പക്ഷേ ഒരു ഇംഗ്ലീഷ് എന്താ പറയുന്ന വൊക്കാബുലറി കോംപ്രിഹെൻഷൻ ആ ഒരു രീതിയിൽ വായിച്ചു. എന്റെ അഭിപ്രായം പറഞ്ഞു, നിങ്ങൾക്ക് താല്പര്യമുണ്ട്. എന്തായാലും എന്റെ അഭിപ്രായം, എനിക്ക് ഇവിടുത്തെ സുപ്രീം കോടതിക്കൊക്കെ ഒപ്പം നിൽക്കുന്ന അഭിപ്രായം എനിക്കുള്ളൂ. കാര്യം സുപ്രീം കോടതി ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഒക്കെ പ്രൊട്ടക്ടറാണ്. അപ്പൊ അവര് ഇതെല്ലാം, അവർക്ക് തെറ്റുപറ്റാറുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവര് വളരെ നല്ല രീതിയിൽ പിന്നീട് ഒരു ഡെലിബറേഷൻസ് നടത്തിയതിനു ശേഷം അവർ പറഞ്ഞേക്കുന്ന വേർഡിക്സിലുള്ള സെന്റൻസസ് ആണ് എനിക്ക് പ്രാധാന്യം. അല്ലാതെ ഇതിലെ പോലുള്ള ആൾക്കാർ എഴുതി വെക്കുന്ന അവരുടെ ബയസ്ഡ് മൈൻഡിന്റെ മാനിഫെസ്റ്റേഷൻസ് അല്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ കുറ്റപ്പെടുത്തി പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇഷ്ടപ്പെടുമായിരിക്കും. എന്തായാലും യൂറോസെൻട്രിക് റീസെറ്റ് എ ഗേറ്റ് വേ ഫോർ ഇന്ത്യ എന്നൊരു ആർട്ടിക്കിൾ ഉണ്ട്. ഇത് ഒന്ന് വായിച്ചു നോക്കിയാൽ കൊള്ളായിരിക്കും. ഇത് സംഭവം വേറൊന്നുമല്ല, ഇന്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. ഇപ്പൊ ഇന്ത്യയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വ്യാപാര പങ്കാളികളാണ്, 2 ട്രേഡ് പങ്കാളികളാണ്. ഒന്ന് യൂറോപ്യൻ യൂണിയനും മറ്റൊന്ന് UK-യും. മുമ്പ് നമുക്ക് യൂറോപ്യൻ യൂണിയനെയും UK-യും സെപ്പറേറ്റ്ലി ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ബിക്കോസ് previously UK was part of European Union, but after Brexit, Britain exited from European Union, and now there are 2 distinct entities. EU is a distinct entity and UK is a distinct entity. Now, so after that Brexit, India government had some difficult situations in dealing with both these separate entities, because both of them were having different trade policies in different sectors. അപ്പൊ അത് ഇന്ത്യക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇപ്പോ കീർ സ്റ്റാമർ, UK-യുടെ പ്രൈം മിനിസ്റ്റർ, അദ്ദേഹവും യൂറോപ്യൻ യൂണിയന്റെ ഉർസുല വോൺ ഡർ ലെയനും, യൂറോപ്യൻ യൂണിയന്റെ മെയിൻ ലീഡർ ഉർസുല വോൺ ഡർ ലെയൻ ആണല്ലോ, ഉർസുല വോൺ ഡർ ലെയൻ, ഇവര് രണ്ടുപേരും കൂടെ ഒരു ടോക്ക് നടത്തി. എന്നിട്ട് UK-യും EU-യും ചില മേഖലകളിലെല്ലാം യോജിച്ച് പോളിസീസ് നടപ്പാക്കാൻ തീരുമാനിച്ചു. കണ്ട, UK and EU signals a powerful reset of their relations, resuming cooperation on food standards, fishing rights, defense and border checks. നമ്മളെ സംബന്ധിച്ച് ആണ് അവര് എടുത്തേക്കുന്ന ഡിസിഷൻ എങ്കിലും വളരെ ഇമ്പാക്ട്ഫുൾ ആണ് ഈ ഡിസിഷൻ. ഫുഡ് സ്റ്റാൻഡേർഡ്, നമ്മൾ അങ്ങോട്ട് പല മരുന്നുകളും ഫുഡ് ഐറ്റംസും കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പൊ EU-നും UK-ക്കും ഒരേപോലുള്ള സ്റ്റാൻഡേർഡ്സ് ആകുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഒരേ രീതിയിൽ നമുക്ക് രണ്ടുപേരുമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. കാര്യം നമ്മളെ ഫിഷിംഗ്, നമ്മളെ ഒരുപാട് ഇത് പ്രോഡക്ട്സ് ഒക്കെ ഈ മേഖലയിൽ അങ്ങോട്ട് കയറ്റിയേക്കുന്നുണ്ട്. ഡിഫൻസ് മേഖലയിൽ നമുക്ക് ഒരുപാട് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പുകളുണ്ട് ഈ പറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങളായിട്ട് UK ആയിട്ട്. അതുപോലെ ബോർഡർ ചെക്സ് വരുമ്പോൾ ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടും നമുക്ക് കുറെ ഗുണങ്ങളുണ്ടാവും. അപ്പൊ ഇതൊക്കെ ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടാവും ഈ പറഞ്ഞ EU-യും UK-യും തമ്മിൽ ഈ പറഞ്ഞ റീസെറ്റ് ഓഫ് ദ റിലേഷൻ ഉണ്ടാവുമ്പോഴും അവരുടെ കോഓപ്പറേഷൻ ഈ ഫുഡ് സ്റ്റാൻഡേർഡ്സ്, ഫിഷിംഗ് റൈറ്റ്സ്, ഡിഫൻസ്, ബോർഡർ ചെക്സ് ഫീൽഡിലൊക്കെ ഉണ്ടാവുമ്പോഴും ഇന്ത്യക്കുള്ള ഗുണങ്ങളെ കുറിച്ചാണ് ഇത് പറഞ്ഞേക്കുന്നത്. അപ്പോ അതിൽ നോക്കിയാൽ മതി, ഷാർപ്പനിങ് റീഷേപ്പിംഗ് ഓഫ് ഇന്ത്യസ് എക്സ്പോർട്ട് ഡൈനാമിക്സ് എന്ന് പറഞ്ഞൊക്കെ അതിൽ പറയുന്നുണ്ട്. അതായത് ഫുഡ് സേഫ്റ്റിയുടെ കാര്യത്തിലും കസ്റ്റംസ് കോർഡിനേഷന്റെ കാര്യത്തിലും ഫിഷറീസിന്റെ കാര്യത്തിലും ഒക്കെ ഇന്ത്യക്ക് ഈ 2 റീജിയൻസിലേക്ക് ഈ പറഞ്ഞ മേഖലയിലെല്ലാം ഇന്ത്യക്ക് എക്സ്പോർട്ട് ഉള്ളതാണ്.
ഇപ്പൊ ഇന്ത്യയുടെ എക്സ്പോർട്ട് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് $86 ബില്യൺ ആയിരുന്നു കഴിഞ്ഞ വർഷം. UK-യിലേക്ക് $12 ബില്യൺ ആയിരുന്നു. രണ്ടും വലിയ രണ്ട് ഫിഗേഴ്സ് ആണ്. അപ്പൊ ഈ പ്രത്യേകിച്ച് ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലൊക്കെ നമ്മൾ, ടെക്സ്റ്റൈൽ മേഖലയിൽ, സീ ഫുഡ് മേഖലയിൽ, അഗ്രോ ബേസ്ഡ് പ്രോഡക്ട്സ് മേഖലയിൽ, ഈ മേഖലയിലെല്ലാം നമ്മൾ ഈ രാജ്യങ്ങളിലേക്ക് ഭയങ്കരമായ കയറ്റുമതിയാണ് ചെയ്യുന്നത്. UK-യുടെ ജനറിക് ഡ്രഗ്സിന്റെ 25% കൊടുക്കുന്ന നമ്മളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫാർമസി ഓഫ് ദ വേൾഡ് എന്ന് അറിയപ്പെടുന്നത്. ലോകത്തിന്റെ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് വേൾഡിന്റെ ഒക്കെ ഫാർമസി എന്ന് അറിയപ്പെടുന്ന രാജ്യം ഇന്ത്യയാണ്. കാര്യം UK-ക്ക് പോലും 25% ജനറിക് ഡ്രഗ്സും കൊടുക്കുന്ന ഇന്ത്യയാണ്. അപ്പൊ ഈ യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഒക്കെ ഈ ഫീൽഡിലൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് UK ആയിട്ടും EU ആയിട്ടും ഒക്കെ എക്സ്പോർട്ട് ഈ പറഞ്ഞ ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡിലും ഒക്കെ നടത്തുമ്പോൾ നമുക്ക് വലിയ അഡ്വാൻറ്റേജസ് ഉണ്ടാവും. അതുപോലെ സീ ഫുഡ് എക്സ്പോർട്ടിന്റെ കാര്യം, ഒരുപാട് ബില്യൺസ് ഓഫ് ഡോളറിന്റെ സീ ഫുഡ് എക്സ്പോർട്ട് നമ്മൾ നടത്തുന്നുണ്ട്. അപ്പം നമ്മളുടെ ഫിഷിംഗ് പോളിസീസ് നമുക്ക് ഓരോ റീജിയന് വേണ്ടിയിട്ട്, EUവിന് വേണ്ടിയിട്ടും UK-ക്ക് വേണ്ടിയിട്ടും മാറ്റി മാറ്റി എടുക്കേണ്ട ആവശ്യമില്ല. രണ്ടുപേർക്ക് ഏതാണ്ട് ഒരേ പോളിസീസ് നിലവിൽ വരുമ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇത് പറയുന്നുണ്ട്. പിന്നെ ഡിഫൻസിന്റെ കാര്യത്തിൽ നമുക്ക് ഓൾറെഡി EU ആയിട്ട്, യൂറോപ്യൻ യൂണിയനായിട്ട് ഇന്ത്യക്ക് സ്ട്രാറ്റജി പാർട്ണർഷിപ്പ് ഉണ്ട്. അതുപോലെ UK ആയിട്ട് നമ്മൾ കോംപ്രഹെൻസീവ് സ്ട്രാറ്റജി പാർട്ണർഷിപ്പ് ഉണ്ടായിക്കഴിഞ്ഞു. അതില് സൈബർ സെക്യൂരിറ്റി, ക്ലൈമറ്റ് ആക്ഷൻ, മാരിടൈം സെക്യൂരിറ്റി ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ ഡിഫൻസ് മേഖലയിൽ ഈ രണ്ട് മേഖലയ്ക്കും, EUവിനും UK-ക്ക് ഏതാണ്ട് ഒരേപോലുള്ള പോളിസീസ് വന്നാൽ ഇവർ രണ്ടുപേരുമായിട്ടും ആ മേഖലയിലും ഡീൽ ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. പിന്നെ ഇന്ത്യയുടെ ഡിഫൻസ് മോഡേണൈസേഷൻ എസ്പെഷ്യലി UK-യുടെയും ഫ്രാൻസിന്റെയും ജർമ്മനിയുടെയും ഒക്കെ ആവശ്യം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ രാജ്യങ്ങളായിട്ടൊക്കെ നമുക്ക് ഈ മേഖലയിൽ ഭയങ്കര കോഓപ്പറേഷനും ഉണ്ട്. അപ്പൊ ഇതില് ഫ്രാൻസും ജർമ്മനി യൂറോപ്യൻ യൂണിയന്റെ ഭാഗമാണ്, UK സെപ്പറേറ്റ് നിൽക്കുകയാണ്. അപ്പൊ രണ്ടുപേരുടെ പോളിസീസ് ഏതാണ്ട് അലൈൻ ചെയ്യുമ്പോൾ നമുക്ക് ആ മേഖലയിലും യോജിച്ച് പ്രവർത്തിക്കാൻ എളുപ്പമായിരിക്കും. അങ്ങനെ കുറെ കാര്യങ്ങളാണ്. അപ്പൊ അത് എളുപ്പമാണ്, വായിച്ചു വെക്കുക മതി. ഓക്കെ, അപ്പൊ അത് നല്ലൊരു ആർട്ടിക്കിളാണ്. പിന്നെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാല് 1-2 ആർട്ടിക്കിൾസ് ഉണ്ട്. ഒന്ന്, ഞാൻ ഇന്നലെ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അത് കുറച്ചുകൂടെ ഇലാബറേറ്റ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. വാട്ട് ഈസ് ന്യൂ ഇൻ ലഡാക്സ് ഗവൺമെന്റ് ജോബ് റിസർവേഷൻ പോളിസി എന്ന് പറഞ്ഞ ആ ഒരു ആർട്ടിക്കിൾ. ഞാനത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിൻ്റെ അകത്ത് വീണ്ടും അവർ ഒന്നുകൂടെ എടുത്ത് പറഞ്ഞേക്കുന്നത്. അതായത് ലഡാക്ക് ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ട് 2019 മാറുന്നു. ആർട്ടിക്കിൾ 370 ജമ്മു ആൻഡ് കാശ്മീർ ഇത് എടുത്ത് കളഞ്ഞപ്പോഴാണ് അങ്ങനെ 2 യൂണിയൻ ടെറിട്ടറീസ് ഉണ്ടാകുന്നത്. ജമ്മു ആൻഡ് കാശ്മീർ എന്നൊരു യൂണിയൻ ടെറിട്ടറിയും ലഡാക്ക് എന്നൊരു യൂണിയൻ ടെറിട്ടറിയും. അപ്പം ആ ഒരു ഇനിഷ്യൽ യൂഫോറിയ അവർക്ക് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തവർ അവർക്ക് വലിയ ഇഷ്ടപ്പെട്ടു. ലഡാക്ക് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് യൂണിയൻ ടെറിട്ടറി ഒക്കെ അവിടുത്തെ ലഡാക്കിലെ ജനങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ പിന്നീട് അവർക്ക് മനസ്സിലായി ചിലപ്പോൾ അവരുടെ ലാൻഡ്, അവരുടെ ലാംഗ്വേജ് ഒക്കെ അവർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അവരുടെ ജോലികളൊക്കെ മറ്റുള്ള വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാർ കൊണ്ടുപോകാൻ സാധ്യതയുണ്ടതൊക്കെ. അപ്പൊ അവിടുത്തെ ആൾക്കാരെല്ലാം കൂടെ പ്രൊട്ടസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. പ്രൊട്ടസ്റ്റ് അല്ല, അവര് കുറെ ഡിമാൻഡ്സ് കൊണ്ടു. അതായത് അവർക്ക് സ്റ്റേറ്റ്ഹുഡ് വേണം, സംസ്ഥാന പദവി വേണം. അവരെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 6th ഷെഡ്യൂളിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. 6th ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്ത്യയിൽ ട്രൈബൽ ഏരിയാസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, അതിന്റെ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്ത സ്പെഷ്യൽ പ്രൊവിഷനാണ്. ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ പലതും 6th ഷെഡ്യൂളിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തതാണ്. അപ്പൊ ഈ ട്രൈബൽ പോപ്പുലേഷനാണ് ലഡാക്കിലും 80%. കാർഗിൽ, ലേ, ലഡാക്ക് ഇത് മൂന്നും കൂടെ ചേർന്നാണ് ഈ ലഡാക്ക് എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറി. ഇവിടെ മൊത്തത്തിൽ ബുദ്ധിസ്റ്റ് പോപ്പുലേഷൻ നല്ല രീതിയിലുണ്ട്, അതുപോലെ മുസ്ലിം പോപ്പുലേഷൻ ഉണ്ട്. പക്ഷെ ഇവരെല്ലാം പൊതുവെ ട്രൈബൽസ് ആണ് 80%. അപ്പൊ 6th ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ അവരുടെ ലാൻഡ്, ലാംഗ്വേജ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുക. ഇതൊക്കെയായിരുന്നു അവരുടെ ആവശ്യം. ഇപ്പൊ സർക്കാർ ഇതിൽ കുറെ ആവശ്യങ്ങൾ അംഗീകരിച്ചേക്കാണെന്നല്ല. അതായത് 85% ജോബും അവിടെ ഇൻഡിജിനസ് പോപ്പുലേഷന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തു. പിന്നെ ബാക്കി 15% ജോബിൽ 10% എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ആണ്. അപ്പൊ 95% റിസർവേഷനാണ്. ഇന്ത്യയിൽ നോർത്ത് ഈസ്റ്റിൽ മാത്രമേ അതൊരു, എനിക്കൊന്ന് അരുണാചൽ പ്രദേശിൽ അങ്ങനെ 91% റിസർവേഷൻ ഉണ്ട്. ഇതിപ്പോ 95 ആണ്. അപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റിസർവേഷൻ ഉള്ള ഒരു പ്രദേശമായിട്ട് ലഡാക്ക് മാറുന്നു. ബാക്കി 5% അവിടെ ഡൊമിസൈൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ജോലിയിൽ റിസർവേഷനോ അല്ലോ കിട്ടണമെങ്കിൽ തന്നെ ആദ്യം ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് കിട്ടണം. അത് 2019 തൊട്ട് 15 വർഷത്തോളം തുടർച്ചയായിട്ട് താമസിച്ചാലും ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ. അപ്പം 2034 ആദ്യത്തെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യപ്പെടുകയുള്ളൂ. അത് വേറൊരു പ്രശ്നം വെളിയിൽ നിന്ന് വന്ന് താമസിക്കുന്നവർക്ക്. പിന്നെ അവിടുത്തെ ഭാഷകൾ, ഈ അവിടെ ഇംഗ്ലീഷും ഹിന്ദിയും ഉറുദുവും ഒക്കെ അവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഡിക്ലെയർ ചെയ്തതൊപ്പം തന്നെ അവിടുത്തെ ഇൻഡിജിനസ് പോപ്പുലേഷന്റെ 2 ലാംഗ്വേജസ്, അത് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ലാംഗ്വേജസ് ആണെന്ന്, അത് പ്രൊട്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ ഒഫീഷ്യൽ ലാംഗ്വേജസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ അവിടുത്തെ സ്ത്രീകൾക്ക് 33% സംവരണം അവിടുത്തെ ഹിൽ കൗൺസിൽസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ തീരുമാനിച്ചു. അതിനെയൊക്കെ കുറിച്ച് ഇവിടെ പറയാണ് മെയിൻലി. പിന്നെ എങ്ങനെയാണ് ഈ പറഞ്ഞ
ജോബ് റിസർവേഷൻ പോളിസി അവിടുത്തെ ആൾക്കാർക്ക് ബെനിഫിറ്റ് ആവാൻ പോകുന്നത്, അതൊക്കെ നീ പറയുന്നുണ്ട്. അപ്പൊ അത് വായിച്ചു നോക്കുക. ഓക്കെ, അത് നല്ലൊരു ആർട്ടിക്കിളാണ്. പിന്നെ ഒരു നല്ല ആർട്ടിക്കിൾ ഉള്ളതെന്ന് വെച്ചാല് ഈ IBC ആൻ ഇഫക്റ്റീവ് റെസൊല്യൂഷൻ ടൂൾ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഇതിന്റെ ഒരു ഐഡിയ തരാം, പിന്നെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിക്കോളൂ. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, അത് നല്ലൊരു ആർട്ടിക്കിളാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് ഹിന്ദുവിൽ ഇന്നത്തെ എഡിറ്റോറിയൽ പേജിലെ 2 എഡിറ്റോറിയൽസ് വായിച്ചിട്ട്, എഡിറ്റോറിയൽ വായിച്ചതിന് ശേഷം ഞാൻ അവിടെ ഇന്ത്യ EU UK ബന്ധത്തിനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ ഞാൻ പറഞ്ഞു, അത് വായിച്ചു നോക്കുക. അത് നല്ല ആർട്ടിക്കിളാണ്. അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇതും ഇതിന് താഴെ കിടക്കുന്ന ആർട്ടിക്കിളും വായിക്കാം. ഓക്കെ, IBC എന്താണെന്ന് ആദ്യം അറിയണം. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ്. വാട്ട് ഈസ് IBC അല്ലെങ്കിൽ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ്? അല്ലെ എന്താണ് അങ്ങനെ ഒരു കാര്യം വരാനുള്ള റീസൺ? അരുൺ ജെയ്റ്റ്ലി ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത്, അദ്ദേഹം മരിച്ചു, അരുൺ ജെയ്റ്റ്ലി. അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് 2016 ഇന്ത്യയിൽ IBC എന്നൊരു നിയമം വരുന്നത് തന്നെ. യഥാർത്ഥത്തില് അന്ന് ഈ നിയമമൊക്കെ വരുന്ന സമയത്ത് ഇന്ത്യയിലെ നോൺ പെർഫോമിംഗ് അസറ്റ്, ബാങ്കുകളുടെ കിട്ടാക്കട അല്ലെങ്കിൽ ബാഡ് ലോൺസ് എന്നാണ് പറയുന്നത്. അതായത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കൂല. നമ്മളല്ല, ബിഗ് കോർപ്പറേറ്റുകൾ. നമ്മളെടുക്കുന്ന ലോണൊക്കെ വളരെ സിമ്പിൾ ആണ്. 10,000-കണക്കിന് കോടി രൂപ ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ ലോൺ എടുത്തിട്ട് തിരിച്ചടക്കാതിരിക്കുമ്പോ ഇന്ത്യയിലെ ബാങ്കുകളുടെ NPA അല്ലെങ്കിൽ ബാഡ് ലോൺ പ്രോബ്ലം ഭയങ്കരമായിട്ട് അധികരിക്കും. NPA is non-performing asset. What is the asset of a bank? The asset of a bank is its loans. When a bank is giving loan to me, that is an asset for that bank because they are going to get that money back and also they are generating interest from that loan. So it is the asset of the bank. The loans they are providing to various people, various corporations, various corporates, etc. So once that loan is not repaid as principal or interest, then that bank will classify that loan as a non-performing asset after 90 days. 90 daysന് ശേഷം മാത്രം, 90 ദിവസം കഴിയുമ്പോൾ. That is non-performing asset. ഇത് ഇന്ത്യയിലെ ബാങ്കുകളുടെ കൂടി 12-13% ഒക്കെ ആയി. 2018 തന്നെ 11.2% അവരുടെ 11.2% 2018. The Insolvency and Bankruptcy Code rule was implemented in India in 2016-17 period. At that time, it was around 13 to 14%. In 2018, it was 11.2%. Now, in 2024, this non-performing asset has come down to 2.8%. From the 11.2% level in 2018, it has come down to 2.8% in 2024. നോൺ പെർഫോമിംഗ് അസറ്റ് കൂടിയാൽ എന്ത് സംഭവിക്കും? ബാങ്ക് കൊളാപ്സ് ആയി പോകും. ബാങ്കിന് കിട്ടാക്കടം കുമിഞ്ഞു കൂടിയാണ്, ബാങ്ക് പൊളിഞ്ഞു പോകും. ഇന്ത്യയുടെ എക്കണോമിയെ ബാധിക്കും അത്. Now Indian banks are making huge profit, record level profits, only because of the fact that their non-performing asset level came down to 2.8% to 2.5%. That range is the non-performing asset level in Indian banks now. ഈ മോദി ഗവൺമെന്റ് ഇന്ത്യക്ക് ചെയ്ത ഏറ്റവും വലിയ സർവീസ് എന്താണെന്ന് ഞാൻ ചോദിച്ചാൽ ഒന്ന് ഇതാണ്. അവരെ കമ്മ്യൂണൽ ഇഷ്യൂസിന്റെ ഒക്കെ പേരിൽ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് ദാറ്റ് ക്രിറ്റിസിസം ഡിസേർവ് സം മെറിറ്റ് ഓൾസോ. Because of the communal incidents, Modi government is actually facing criticism, and that criticism deserves some merit also. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ പ്രീവിയസ് കോൺഗ്രസ് ഗവൺമെന്റുകളെക്കാളും ഫാർ ബെറ്റർ ആണ്. ഞാൻ ഇവിടെ പൊളിറ്റിക്സ് പറയുന്നതല്ല, നിങ്ങൾക്ക് ഇത് കാണാൻ പറഞ്ഞൂടെ? ഈ ഹിന്ദുവിലെ ഈ ആർട്ടിക്കിൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ആർട്ടിക്കിൾ വായിക്കുമ്പോൾ ഇന്ത്യയിലെ ബാങ്കുകളൊക്കെ, പൊതുമേഖലാ ബാങ്കുകൾ ഉൾപ്പെടെ വമ്പൻ പ്രോഫിറ്റിലേക്ക് മാറിയെങ്കിൽ അത് നല്ലൊരു മാനേജ്മെന്റ് നിർമ്മലാ സീതാരാമൻ ആ മേഖലയിൽ കൊണ്ടുവന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ. അതിനു മുമ്പേ ജെയ്റ്റ്ലിയാണ് അത് തുടങ്ങി വെച്ചത്, പക്ഷെ അദ്ദേഹം മരിച്ചു, അദ്ദേഹം പൂർത്തിയാക്കുന്നതിന് മുമ്പേ. അപ്പൊ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് കൊണ്ടുവന്നപ്പോ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഈ നമ്മളുടെ ഡെറ്റേഴ്സ്, ഡെറ്റ് എടുക്കുന്ന ആൾക്കാർ, അതായത് കടമെടുക്കുന്ന ആൾക്കാർ, കോർപ്പറേറ്റുകൾ പേടിക്കാൻ തുടങ്ങി. അതിന് കാരണമുണ്ട്. ഒരു ടൈം ഫ്രെയിം കൊണ്ടുവന്നു. ആ ടൈം ഫ്രെയിമിനകത്ത് ഈ ബാങ്ക്, ഈ പറഞ്ഞ വ്യവസായികൾ അവർക്ക് കൊടുക്കാനുള്ള ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള, ക്രെഡിറ്റേഴ്സ് മീൻസ് SBI ഒക്കെ പോലുള്ള ഇന്ത്യയിലെ ബാങ്കുകൾ അല്ലെങ്കിൽ HDFC പോലുള്ള ഇന്ത്യയിലെ ബാങ്കുകൾ, നേരത്തെ ക്രെഡിറ്റേഴ്സ്, അവർക്ക് കൊടുക്കാനുള്ള കടം കൊടുത്തു തീർക്കാനുള്ള പ്ലാൻ ഉണ്ടാക്കി കൊടുക്കണം. 330 days ആണ് അതിന് വെച്ചേക്കുന്ന സമയം. അതിനകത്ത് വെച്ച് അവർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ 330 days ആ കമ്പനി ലിക്വിഡേഷനിലേക്ക് പോകും. ആ കമ്പനി ലിക്വിഡേറ്റ് ചെയ്ത് ബാങ്കുകൾക്ക് പൈസ തിരിച്ചു കൊടുക്കും. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ ഒരു വിജയം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ
IBBA ആണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് ഇന്ത്യയിൽ നടപ്പാക്കുന്നത്. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് ഈസ് ദ റൂൾ. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് ഈസ് ദ റൂൾ. And who is implementing insolvency and bankruptcy code in India? IBBA, Insolvency and Bankruptcy Board of India. IBBA എന്താണ്? Insolvency and Bankruptcy Board of India. അവരുടെ കണക്കുകൾ പ്രകാരം 3,89,000 കോടി രൂപയാണ് ക്രെഡിറ്റേഴ്സിന് തിരിച്ചു കിട്ടിയത്. നഷ്ടപ്പെടേണ്ട 3,89,000 കോടി രൂപ ക്രെഡിറ്റേഴ്സിന് തിരിച്ചു കിട്ടി ബാങ്കുകൾക്ക്. മനസ്സിലായോ? അത് അഡ്മിറ്റഡ് ക്ലെയിംസിന്റെ 32.8% ആണ്. മനസ്സിലായോ? അതെല്ലാം ഇവിടെ പറയുന്നുണ്ട്. പിന്നെ എന്താന്ന് വെച്ചാല് ഇന്ത്യയിലെ മുമ്പ് ഈ പറഞ്ഞ കമ്പനീസ് അല്ലെങ്കിൽ കോർപ്പറേറ്റ്സിന് കടം വരുത്താനായിരുന്നു താല്പര്യം, ബാങ്കുകളെ ലോൺ തിരിച്ചടയ്ക്കാതിരിക്കാനായിരുന്നു താല്പര്യം. ഇന്ന് കൂടുതൽ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടായി. ഈവൻ കമ്പനികളുടെ ബോർഡ് പോലും മെച്ചപ്പെട്ടു, കമ്പനികളുടെ ഗവേണൻസ് പോലും മെച്ചപ്പെട്ടു. ബിക്കോസ് ഓഫ് ദിസ് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിനെ കൂടുതലായിട്ട് അവർ ഈ കമ്പനികളുടെ ബോർഡിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. ഇതെല്ലാം IBCയുടെ ഗുണം ആണ്. പിന്നെ ഇതിൽ കുറെ കാര്യങ്ങൾ, കുറെ കണക്കുകൾ പറയുന്നുണ്ട്. ഈ IBC എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അറിയാമോ? അവര് ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കൂട്ടം ബാങ്കുകളിൽ നിന്നായിരിക്കും. ഒരു ബാങ്കിന് ഒറ്റയ്ക്ക് ഈ ലോൺ, ചിലപ്പോൾ 50,000 കോടിയൊക്കെ ലോൺ ആണെങ്കിൽ ഒരു ബാങ്കിന് ഒറ്റയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. അവരൊരു കൺസോർഷ്യം രൂപീകരിച്ചാണ് ഈ ലോണാണ് കൊടുക്കുന്നത്. ഈ കൺസോർഷ്യത്തിന് ഇവന്മാർ പൈസ കറക്റ്റായിട്ട് തിരിച്ചടയ്ക്കാതിരുന്നാൽ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഈ 330 ഡേയ്സ് എന്ന് പറയുന്നൊരു പീരീഡ് ഉണ്ട്. അതിനകത്ത് റെസൊല്യൂഷൻ പ്ലാൻ ഉണ്ടാക്കി ഈ ക്രെഡിറ്റേഴ്സിന് ഈ പൈസ തിരിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ IBC നിയമപ്രകാരം ക്രെഡിറ്റേഴ്സിന് ഈ കമ്പനിയെ എവിടേക്ക് കൊണ്ടുപോകാന്ന് വെച്ചാൽ NCLT-യിലേക്ക് കൊണ്ടുപോകണം. NCLT ആണ് ഇതിന്റെ കോടതി, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. അവരാണ് IBCയുടെ പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഈ കമ്പനിയെ കയ്യിൽ നിന്ന് പൈസ തിരിച്ചു പിടിക്കാൻ വേണ്ടി ചിലപ്പോൾ ആ കമ്പനി തന്നെ ലേലം ചെയ്ത് വേറെ ആക്കല് വിൽക്കും. അങ്ങനെയാണ് ഇന്ത്യയിൽ നയര എന്ന് പറയുന്ന ഒരു കമ്പനി ഇപ്പൊ എന്റെ ഉണ്ടായത്. അതായത് മുമ്പ് SR ഓയിൽ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു. ഇവന്മാര് ഏതാണ്ട് 80,000 കോടി അങ്ങോട്ട് ഇന്ത്യൻ ബാങ്കുകളിൽ നിന്ന് കടമെടുത്ത് തിരിച്ചു കൊടുത്തില്ല. അവസാനം അപ്പോൾ IBC നിയമം അപ്പം നിലവിൽ വരിക. നിയമം നിലവിൽ വന്നപ്പം ഈ പറഞ്ഞ IBC നിയമം ഉപയോഗിച്ച് ബാങ്കുകൾ ഇവന്മാർ SR ഓയിലിന് ഈ ഇതിന്റെയൊക്കെ NCLT-യിലേക്ക് കൊണ്ടുപോയി. അപ്പം റഷ്യൻ കമ്പനിയായ റോസ്നെഫ്റ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. റഷ്യയിലെ ഏറ്റവും വലിയ ഓയിൽ കമ്പനിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഗവൺമെന്റ് ഓൺഡ് ഓയിൽ കമ്പനിയാണ്. ഗവൺമെന്റ് ഓൺഡ് ഓയിൽ കമ്പനികളുടെ കൂട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വലുതാണ് റോസ്നെഫ്റ്റ്. അവര് വന്നിട്ട് ഈ പറഞ്ഞ SR ഓയിലിനെ ലേലത്തിൽ പിടിക്കും. IBCയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരു കമ്പനി പൈസ തിരിച്ചു കൊടുക്കാതിരുന്നാൽ ഈ പറഞ്ഞ NCLT-യിലേക്ക് കേസ് പോയി കഴിഞ്ഞാൽ പിന്നെ ആ പൈസ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞാലും പിന്നെ അവന് കമ്പനി പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റൂല. ആ കമ്പനി ലേലത്തിന് വെക്കും. ലേലത്തിന് വെക്കുമ്പം ഇവൻ പൈസ ഉണ്ടാക്കിക്കൊണ്ട് പോയാലും അവന് ലേലത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല. നാട്ടുകാരെ അവന്റെ സ്വന്തം കമ്പനി എടുത്തോണ്ട് പോകുന്നത് ലേലത്തിൽ പിടിച്ചോണ്ട് അവന് കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെ SR ഓയിലിലെ റോസ്നെഫ്റ്റ് ലേലത്തിൽ പിടിച്ചു. അങ്ങനെ റോസ്നെഫ്റ്റിൻ്റെതാണ് ഇന്ന് SR ഓയിൽ. അവരെന്നിട്ട് പേര് മാറ്റി. അതാണ് നിങ്ങൾ വഴി കാണുന്ന നയര എന്ന് പറയുന്ന പെട്രോൾ പമ്പ്. അപ്പൊ IBC ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡിന്റെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒരെണ്ണമാണ് ഈ നയര എന്ന് പറയുന്ന ഇന്ത്യയിൽ ഇന്നത്തെ ഈ കമ്പനി. ബാങ്ക് അങ്ങനെ പൈസ തിരിച്ചു കിട്ടി, ഫുള്ള് കിട്ടൂല ഒരിക്കലും. കാര്യം ഇങ്ങനെയൊക്കെ ലേലത്തിൽ പിടിക്കുന്നവൻ അവന്റെ ഇഷ്ടമനുസരിച്ചുള്ള വിലക്കായിരിക്കും ലേലത്തിൽ പിടിക്കുന്നത്. അപ്പം കുറെ പൈസ നഷ്ടപ്പെടും. ബട്ട് സ്റ്റിൽ എല്ലാം പോകുന്നേക്കാളും നല്ലതല്ലേ കുറച്ച് കിട്ടുന്നത്. അതാണ്. അപ്പൊ ഈ NCLT അവസാനിക്കുന്നില്ല. NCLT-ക്ക് അഗൈൻ അവരുടെ ഇതിന്റെ ഡിസിഷൻ അഗൈൻസ്റ്റ് ആയിട്ട് ഈ പറഞ്ഞ ആൾക്കാർക്ക് നാച്ചുറൽ ജസ്റ്റിസിന്റെ ഭാഗമായിട്ട് അപ്പീൽ ചെയ്യാമല്ലോ. അതിന് NCLAT പോവാം, നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണൽ. ഇവിടത്തെ അപ്പീലിൽ അവർ പരാജയപ്പെട്ടാൽ സുപ്രീം കോടതി പോവാം. പക്ഷെ ഇത് NCLAT ഡെഡിക്കേറ്റഡ് കോർട്ടുകളായതുകൊണ്ട് പെട്ടെന്ന് ഇവിടുത്തെ പരിപാടി എല്ലാം കഴിയും. എന്നിട്ട് സുപ്രീം കോടതി പോയിട്ട് എല്ലാം പെട്ടെന്ന് കഴിയും. പക്ഷെ ഇതിലിപ്പോ ഒരു പ്രശ്നം, വാട്ട് ആർ മേജർ ചലഞ്ചസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ ഒരുപാട് കേസസ് വരുന്നുണ്ട് NCLT-യിലൊക്കെ. ഇപ്പം തിരക്ക് കൂടി. അപ്പൊ അതുകൊണ്ട് ടൈം ബൗണ്ട് ആയിട്ട് NCLT-ക്ക് ഇത് തീർപ്പ് കൽപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യണം? NCLT-യൊക്കെ റീവാമ്പ് ചെയ്തിട്ട് കൂടുതൽ ജഡ്ജസ്മാരെയൊക്കെ അവിടെ കൊണ്ടുവരണം ഇതൊക്കെ ഡീൽ ചെയ്യാനുള്ള. അപ്പൊ ഇത് വളരെ നല്ലൊരു നിയമമാണ്. ഇന്ത്യയിൽ ഇന്ന് അടുത്ത കാലത്തുണ്ടായ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാക്കാനും ബാങ്കുകളുടെ ഹെൽത്ത് കൂട്ടാനും ഒക്കെ സഹായമായിട്ടുള്ള ഏറ്റവും നല്ല നിയമമാണ് IBC, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ്. ഓക്കെ, അപ്പൊ ആ 2 ആർട്ടിക്കിൾസ് വായിച്ചു നോക്കുക. പിന്നെ നമ്മൾ അടുത്ത പേജുകളിലേക്ക് പോകുമ്പോൾ Modi to inaugurate Kashmir's first all-weather rail link with Delhi today. കാശ്മീർ ഇന്ത്യയുടെ, ശ്രീനഗർ ഇന്ത്യയുടെ റെയിൽവേ ഭൂപടത്തിൽ ആദ്യമായിട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഹിസ്റ്റോറിക് ഡേ ആണ് കാശ്മീരികളെ സംബന്ധിച്ച്. നമുക്ക് ഇതാ കന്യാകുമാരി കാശ്മീർ വരെ തൊട്ട് ട്രെയിനിൽ പോവാം. മുമ്പ് ജമ്മു വരെ പോകാൻ പറ്റുള്ളായിരുന്നു, എന്നിട്ട് കാശ്മീർ വരെ പോവാം. അതിന് കാരണം വേറൊന്നുമല്ല, ഉദ്ധംപൂർ ശ്രീനഗർ ബരാമുള്ള റെയിൽ ലിങ്ക്. അങ്ങനെ ഒരു പുതിയ റെയിൽ വന്ന് ശ്രീനഗർ വരെ, ഉദ്ധംപൂർ ശ്രീനഗർ ബരാമുള്ള റെയിൽ ലിങ്ക് വരികയാണ്. അപ്പൊ അത് ഇനാഗുറേറ്റ് ചെയ്യാൻ വേണ്ടി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി
വൈഷ്ണോദേവി ടെമ്പിൾ എന്ന് പറയുന്ന ടെമ്പിൾ ഉണ്ട്. അവിടെ കത്ര എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. അവിടെയുള്ള റെയിൽവേ സ്റ്റേഷൻ കത്രയിൽ നിന്ന് ഈ ശ്രീനഗറിലേക്ക് ഒരു വന്ദേ ഭാരത് ട്രെയിൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അതോടുകൂടി ഇന്ത്യൻ റെയിൽ ഭൂപടത്തിൽ ശ്രീനഗർ എത്തിയാണ്. അപ്പൊ നമുക്ക് ഡൽഹിയിൽ നിന്നോ ഉത്തർപ്രദേശിൽ നിന്നോ ഇവിടുത്തെ കന്യാകുമാരിയിൽ നിന്നോ ഒക്കെ ശ്രീനഗർ വരെ പോകാൻ പറ്റും ഈ ഒരു ഇത് വരുമ്പോ. ഇതിലാണ് ചെനാബ് എന്ന് പറയുന്ന റെയിൽവേ ബ്രിഡ്ജ് ഉള്ള ലോകത്തിലെ എഞ്ചിനീയറിംഗ് മാർവൽസിൽ ഒരെണ്ണെന്നാണ് പറയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ ഓവർ ബ്രിഡ്ജ്. നിങ്ങളൊന്ന് ഗൂഗിൾ ഇമേജസിൽ എടുത്ത് ഫോട്ടോ നോക്കിയാൽ മതി, മനസ്സിലാവും. അപ്പൊ നിങ്ങൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ചെനാബ് ഈ പറഞ്ഞ റെയിൽവേ ബ്രിഡ്ജ് എന്തുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ബ്യൂട്ടിഫുൾ എഞ്ചിനീയറിംഗ് മാർവൽസിൽ ഒരെണ്ണമായി മാറുന്നു എന്നുള്ള. അപ്പൊ അത് അതിലാണ്. പിന്നെ വേറൊരു അഞ്ചിക്കട നടന്നു ഒരു കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അഞ്ചിക്കട അങ്ങാണ്ട് ഫുൾ നെയിം അഞ്ചി ബ്രിഡ്ജ് എന്ന് പറയുന്നൊരു ബ്രിഡ്ജ്. അതിൽ ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽവേ ബ്രിഡ്ജാണ്. കേബിൾ സ്റ്റേഡ് റെയിൽ ബ്രിഡ്ജ് 90 അങ്ങനെ അങ്ങോട്ട് കേബിൾസിലാണ് അത് നിൽക്കുന്നത്. കേബിൾസിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. അതുകൊണ്ട് തന്നെ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ് കരുതിയിരുന്നത് ഇങ്ങനെയൊക്കെ ചെയ്ത് മാത്രമേ ഈ ശ്രീനഗർ ഇന്ത്യൻ റെയിൽ ഭൂപടത്തിൽ കൊണ്ടുവരാൻ പറ്റുള്ളായിരുന്നു. കാശ്മീരിനെ സംബന്ധിച്ച് വലിയൊരു ഡെവലപ്മെന്റ് ആണ്. അതായത് അവരുടെ കാശ്മീരിലേക്കുള്ള ഒരു ട്രാവലിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ ഇപ്പൊ വേണ്ട സമയത്തിനേക്കാളും 3 മണിക്കൂറാണ്ട് കുറച്ചൊക്കെ മതി. ഇത് വരുമ്പോഴെന്ന് പറഞ്ഞാൽ വന്നു ഇന്ന് ഇനാഗുറേഷനാണ്. പിന്നെ റാഫേൽ ഫൈറ്റർ എയർക്രാഫ്റ്റിന്റെ മാനുഫാക്ചറേഴ്സ് ആയ ദസാൽ ഏവിയേഷൻ, ഇതൊരു ഫ്രഞ്ച് കമ്പനിയാണ്. ഇവരാണ് റാഫേൽ ഫൈറ്റർ എയർക്രാഫ്റ്റ് ഉണ്ടാക്കുന്നത്. ഇന്ത്യയിൽ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റവുമായിട്ട് എഗ്രിമെന്റിലായി. ഇപ്പൊ ഏതെങ്കിലും എക്സാമിന് നിങ്ങൾ ചോദിക്കുകയാണ് ദസാൾ ഏവിയേഷനും ഏത് ഇന്ത്യൻ കമ്പനിയുമായിട്ടാണ് എഗ്രിമെന്റിലായത്? എയർക്രാഫ്റ്റുകളുടെ പാർട്സ് മാനുഫാക്ചർ ചെയ്യാൻ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം. പിന്നെ റഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ സെർജി ലവറോവ് ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ പോകണം. അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഈ ബ്രിക്സ് സമ്മിറ്റില് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഈ ജൂലൈയിൽ ആണ് ബ്രിക്സ് സമ്മിറ്റ്. അത് എവിടെയാണ് നടക്കാൻ പോണെന്ന് ഞാൻ പറഞ്ഞു. റിയോ ഡി ജനീറോയിലാണ്, ബ്രസീലിൽ. ഞാൻ ഇന്നലെ പറഞ്ഞാണ്. പിന്നെ ആധാരം അതൊന്നും വേണ്ട നമുക്ക്. പിന്നെന്താണ്, പിന്നെ നമ്മൾ S-400 ഇനി ഒരു 2 കൂടെ കിട്ടാട്ടോ നമുക്ക്. അത് റഷ്യയിൽ നമുക്ക് മിക്കവാറും അടുത്ത വർഷം കിട്ടും. S-400 ആണല്ലോ ഇപ്പൊ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിലൊക്കെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്തത്. പിന്നെ ഈ പേജിലുള്ള ന്യൂസുകൾ നമുക്ക് ആവശ്യമില്ല, കംപ്ലീറ്റ്ലി പൊളിറ്റിക്സ് ആണ്, നമുക്കത് വേണ്ട. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ജയശങ്കർ സ്ട്രെസ്സസ് നീഡ് ടു ബൂസ്റ്റ് ഇന്ത്യ സെൻട്രൽ ഏഷ്യ ലിങ്ക്സ് എന്നൊരു ന്യൂസ് കാണാം. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. സെൻട്രൽ ഏഷ്യൻ കൺട്രീസ്, ഈ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അതിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ അതിന്റെ മീറ്റിംഗ് ഈ വർഷം ചൈനയിലെ ടിയാൻജിൻ എന്ന് പറയുന്ന സിറ്റിയിൽ വെച്ചാണ്. ഈ വർഷം ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ മീറ്റിംഗ് വരുന്നത്. ഈ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷനിൽ ചൈന, റഷ്യ, ഇന്ത്യ ഇവർ മൂന്നാണ് വലിയ രാജ്യങ്ങൾ. ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ ചൈന, റഷ്യ, ഇന്ത്യ. പാകിസ്ഥാൻ ഉണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ ഞാനിത് പറയാൻ പറ്റുന്ന സെൻട്രൽ ഏഷ്യൻ കൺട്രീസ് ആയ കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളുണ്ട്. കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ. ഈ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ഇന്ത്യ നല്ല രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, മെച്ചപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് മെച്ചപ്പെടുത്തണം എന്ന് വെച്ചാൽ അവിടെ ഭയങ്കര നാച്ചുറൽ റിസോഴ്സസ് ഉള്ള രാജ്യങ്ങളാണ്. പെട്രോളിയവും പല റെയർ എർത്ത് മിനറൽസും ഒക്കെയുള്ള രാജ്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ നമുക്ക് ആ പ്രദേശമായിട്ട് ബന്ധം മെച്ചപ്പെടുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് അവിടെ നിന്ന് അപ്പുറത്ത് റഷ്യയിലേക്കൊക്കെ പോകാനൊക്കെ എളുപ്പമാണ്. ഇപ്പൊ ഇന്ത്യ ഇറാനില് ചബഹാർ എന്ന് പറഞ്ഞൊരു പോർട്ട് ഉണ്ടാക്കി കഴിഞ്ഞതുണ്ട്. ചബഹാർ ഇന്ത്യക്ക് ഒറ്റയ്ക്കല്ല, ഇന്ത്യ ആൻഡ് ഇറാൻ ബോത്ത് നേഷൻസ് ആർ cooperating together to develop this Iranian port, Chabahar port. So this Iranian port, Chabahar, is a gateway of India to Afghanistan. Afghanistan is a landlocked country. India can directly access Afghanistan through sea, that is through Chabahar port. അപ്പൊ ഇതുവഴി നമുക്ക് അഫ്ഗാനിസ്ഥാനിൽ പോവാം. അവിടെ നിന്ന് നമുക്ക് ഈ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് പോവാം. താജിക്കിസ്ഥാനിലും ഉസ്ബെക്കിസ്ഥാനിലും കസാക്കിസ്ഥാനിലും ഒക്കെ. അപ്പൊ അത് നമുക്ക് ട്രേഡിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത് മാത്രമല്ല, ഇങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. INSTC, ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ടേഷൻ കോറിഡോർ. INSTC ഇത് ഇന്ത്യയുടെയും റഷ്യയുടെയും ഒരു കണക്ടിവിറ്റി പ്രോജക്റ്റാണ്. ഇന്ത്യയുടെ ചെന്നൈ തുറമുഖത്ത് നിന്ന്
റഷ്യയുടെ വ്ളാഡിവോസ്റ്റോക്ക് എന്ന് പറഞ്ഞൊരു പോർട്ട് വരെ പോകുന്ന ഒരു കണക്ടിവിറ്റി പ്രൊജക്ട് ആണ് INSTC, ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ. അത് നിലവിൽ വരുമ്പോൾ ഈ പറഞ്ഞ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ കണക്ടിവിറ്റിയും ഇംപ്രൂവ് ആവും. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ത്യയും സെൻട്രൽ ഏഷ്യയും തമ്മിൽ ഒരു ബിസിനസ് കൗൺസിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതില് ഇന്ത്യയുടെ ജയശങ്കർ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളായിട്ടുള്ള ലിങ്ക് ഇംപ്രൂവ് ചെയ്യുന്നതിന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അതിൽ താജിക്കിസ്ഥാന്റെ മിനിസ്റ്റർ ഉണ്ടായിരുന്നു, തുർക്ക്മെനിസ്ഥാന്റെ മിനിസ്റ്റർ ഉണ്ടായിരുന്നു, ഉസ്ബെക്കിസ്ഥാന്റെ മിനിസ്റ്റർ ഉണ്ടായിരുന്നു, കസാക്കിസ്ഥാന്റെ മിനിസ്റ്റർ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഇപ്പൊ അറിഞ്ഞിരിക്കുക. പിന്നെ സെൻസസിനെ കുറിച്ചുള്ള ന്യൂസുകൾ ഇനി വന്നുകൊണ്ടേയിരിക്കും. ഡിജിറ്റൽ സെൻസസ് ആണ് നടക്കാൻ പോകുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. അതിന് കമ്മിങ് ഡേയ്സിൽ അതിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ വരും. ഓക്കെ, നെക്സ്റ്റ് പേജിൽ പോകുമ്പോ ബിസിനസ് പേജ് ആണ്. ഹിന്ദു ബിസിനസ് പേജ് ആണല്ലോ അടുത്ത പേജ്. കോർപ്പറേറ്റ് ഇന്ത്യസ് നെറ്റ് പ്രോഫിറ്റ് ഗ്രൂ 15.5%. അതൊന്നും വേണ്ട. ഇന്ത്യയിലെ കമ്പനികളുടെ പ്രോഫിറ്റ് എത്ര കൂടി എന്നൊക്കെ ഉള്ളത് അതൊന്നും വലിയ ആവശ്യമില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചോ. കോർപ്പറേറ്റ് ഇന്ത്യ ഇന്ത്യയിലെ കമ്പനീസ്, ബിഗ് കമ്പനീസ്, അവരുടെ പ്രോഫിറ്റ് 15.5% കൂടി. പിന്നെ ഇവിടെ നടന്നിരിക്കുന്നത് ഫ്ലിപ്കാർട്ട് സെക്യൂർസ് RBI അപ്രൂവൽ ഫോർ ഡയറക്ട് ലെൻഡിങ് ഇൻ ഇന്ത്യ. നമുക്കറിയാം ഫ്ലിപ്കാർട്ട്, ഫോൺ പേ അല്ലെങ്കിൽ ആമസോൺ ഇതുപോലെയൊക്കെയുള്ള കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് വഴി നമുക്ക് ഫണ്ടിങ് കിട്ടാറുണ്ട്. പക്ഷെ അത് അവര് പ്രൊവൈഡ് ചെയ്യുന്നതല്ല. അവരേതെങ്കിലും ബാങ്കുകളുമായിട്ടും NBFCസുമായിട്ടൊക്കെ ടൈഅപ്പിലാണ് ഈ പറഞ്ഞ ലെൻഡിങ് നമുക്ക് കിട്ടുന്നത്, ലോൺ നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് ഒരു കൊമേഴ്സ് കമ്പനിക്ക് NBFC സ്റ്റാറ്റസ് കിട്ടിയിരിക്കുകയാണ്. NBFC എന്ന് പറയുന്നത് നമ്മളെ മുത്തൂറ്റ് മണപ്പുറം ഒക്കെ ഇല്ലേ, അതിനാണ് NBFC എന്ന് പറയുന്നത്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്. വാട്ട് ഈസ് NBFC? നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്. മുത്തൂറ്റ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, they are also known as shadow banks because they are like a shadow of bank, because they cannot conduct all the banking operations, but they can conduct some of the banking operations, so they can act as a shadow of banks. That's why they are known as shadow banks. NBFCs are also known as shadow banks. So first e-commerce company in India to get an NBFC license from RBI is Flipkart. അവർക്ക് ഡയറക്ട്ലി ഇനി ഈ പറഞ്ഞ ബാങ്കുകളായിട്ടൊന്നും കോഓപ്പറേറ്റ് ചെയ്യാതെ ഡയറക്റ്റ് ലെൻഡിങ് നടന്ന കസ്റ്റമേഴ്സിന് അവരുടെ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നവർക്ക് അറിഞ്ഞിരിക്കാതെ. പിന്നെ ഇത്രയേ ഉള്ളൂ ഇവിടെ. അതിനടുത്ത പേജിൽ പോകുമ്പോ ഇന്റർനാഷണൽ പേജിൽ ബ്രസീലിന്റെ പ്രസിഡന്റിന്റെ പേര് ഇന്നലെ പറഞ്ഞാണ് ലുലാ ഡസിൽവ. ലുലാ ഡസിൽവ ഇത്രേ പൊതുവെ പറയാറുള്ളൂ. വലിയൊരു പേരാണ്, നമുക്ക് അത് പറഞ്ഞാൽ ലുലാ ഡസിൽവ ബ്രസീലിന്റെ പ്രസിഡന്റ്. ബ്രിക്സിൽ ഇന്ത്യയുടെ കൂടെയുള്ള രാജ്യമാണ്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്കയില് ആണ് ബ്രിക്സ്. അതിൽ ഉള്ള ഇന്ത്യയുടെ കൂടെയുള്ള രാജ്യമാണ്, ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. പിന്നെ ഡൊണാൾഡ് ട്രംപും ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ ടോക്സ് നടത്തുന്നതിനെ കുറിച്ചൊക്കെ ഒരു ന്യൂസ് ഉണ്ട്. അതില് സിൻഹുവ എന്നൊരു പേര് കൊടുക്കണം. ചൈനയുടെ ഒഫീഷ്യൽ ന്യൂസ് ഏജൻസിയാണ് സിൻഹുവ എന്ന് അറിഞ്ഞിച്ചേക്കണം. ചിലപ്പം ഏതെങ്കിലും എക്സാമിനൊക്കെ ചോദിക്കാം. പിന്നെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയും കൊളംബിയ യൂണിവേഴ്സിറ്റിയായിട്ടൊക്കെ ബന്ധപ്പെട്ട ന്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു, വലിയ ആവശ്യമില്ല. പിന്നെ ഇന്ത്യയുടെ ടേബിൾ ടെന്നീസ് ലീഗിന്റെ പേര് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാണ്, UTT അൾട്ടിമേറ്റ് ടേബിൾ ടെന്നീസ്. അതിനടുത്ത പേജിൽ പോകുമ്പോ ഫ്രഞ്ച് ഓപ്പൺ അതിന്റെ ഏതാണ്ട് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രഞ്ച് ഓപ്പൺ ഫൈനൽ ഫീമെയിൽ ടൈറ്റിലിന് വേണ്ടി മത്സരിക്കുന്ന ആരൊക്കെയാണെന്ന് ഇന്നലെ ആയിട്ടുണ്ട്. സെമി ഫൈനൽ ലൈനപ്പായി പുരുഷന്മാർ. നമുക്ക് ഇതൊന്നും വേണ്ട, നമുക്ക് ഫൈനലി ആര് വിൻ ചെയ്യുന്നുള്ളതാണ് വേണ്ടത്. അതിപ്പം നമുക്ക് പഠിച്ചാൽ മതി. ഫ്രഞ്ച് ഓപ്പൺ നടക്കുന്ന എവിടെ വെച്ചാണ്? റൊളാൻഡ് ഗാരോസ്. ഇത്രയാണ് ഈ പേജില്. ഇനി അതിനടുത്ത പേജിൽ പോകുമ്പോ ബാഡ്മിന്റൺ സാത്വിക് സായ്രാജ് ചിരാഗ് ഷെട്ടി ഞാൻ പറഞ്ഞാണ് ഇന്ത്യയുടെ ഏറ്റവും ഫേമസ് ഡബിൾസ് ബാഡ്മിന്റൺ പ്ലേയേഴ്സ്. ഇനി അതിനടുത്ത പേജിൽ പോകുമ്പോ ഇതൊന്നും വേണ്ട, ഇത്രയേ ഉള്ളൂ. അപ്പൊ കറണ്ട് അഫയേഴ്സ് ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ബാക്കി അടുത്ത ദിവസം.